നമ്മളെ SIR അതൊക്കെ എണ്ണയിട്ട യന്ത്രം പോലെ ഇവിടെ നടക്കും, അതിന്റെ ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ, അവരൊക്കെ അത് മുറ പോലെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഏൽപ്പിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാര് ശരിക്ക് മുടിനാരില കീറി അവരെ അജണ്ട ബീഹാറിൽ നടപ്പാക്കി. 68 ലക്ഷം മുസ്ലിങ്ങൾ, അല്ലെങ്കിൽ മുസ്ലിങ്ങളല്ലാത്ത ഇന്ത്യയുടെ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിങ്ങളടക്കം എന്ന് പറഞ്ഞാല് അവർക്ക് പറ്റാത്ത 68 ലക്ഷം വോട്ടർമാരെ SIRൽ വെട്ടിമാറ്റാന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ കഴിഞ്ഞ കാലത്ത് ബീഹാറിൽ സാധ്യമായിട്ടുണ്ട്. ബീഹാർ പോലെയല്ല കേരളം, അത് ശരിയാ. പക്ഷെ എന്നാൽ പോലും നമ്മൾ സാക്ഷരതയുള്ള ആൾക്കാരാണ്, നമ്മൾ പ്രബുദ്ധതയുള്ള ആൾക്കാരാണ്. ഇതിൽ ഗൗരവമായിട്ട് എന്ന് പറഞ്ഞാല് ഈ SIRന്റെ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മളെ വീട്ടിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥര് വരല് നമ്മൾ പരിചയമുള്ള ആൾക്കാരൊന്നും ആവൂല ചിലപ്പോ. അപ്പൊ അവര് വന്നിട്ട് ഈ കാര്യം ചോദിക്കുമ്പോ ഇവിടെ ആളില്ല, ഇവിടെ അങ്ങനെയാണ്, ഇവിടെ എങ്ങനെയാണ്, നിങ്ങൾ പിന്നെ വരിയെന്ന് പറഞ്ഞ ഒരു അഴകുഴമ്പൻ വർത്തമാനം നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. ഇങ്ങനെ ഒരു വിഷയ രാജ്യത്ത് നടക്കാൻ പോകുന്നുണ്ട്. കേരളത്തിലെ SIR വോട്ടർ പട്ടിക പുനഃപ്രസിദ്ധീകരിക്കുന്ന സമയം ഈ പറഞ്ഞ ഡേറ്റുകൾക്ക് ഉള്ളിലാണ് എന്ന കൃത്യമായ ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടായാലേ നാളെ നമ്മൾ ആരാന്റെ ഊരയിൽ കൂര കെട്ടേണ്ടി വരാതെ, രാജ്യത്തെ അഭയാർത്ഥികളാകേണ്ടി വരാതെ നമ്മുടെ കുട്ടികൾക്ക് അഭിമാനകരമായ അസ്തിത്വത്തിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പൊ അതിനുള്ള ദീർഘവീക്ഷണം ഇന്ന് നമ്മളെടുത്ത് നടക്കണം. നമ്മളായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ പഞ്ചായത്ത് മെമ്പറോട്, നമ്മളുമായി ബന്ധപ്പെട്ട കൗൺസിലർമാരോട് നിരന്തരം ഈ കാര്യങ്ങളെ തിരക്കണം. അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ പഞ്ചായത്തോ നമ്മുടെ മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ ഭരണകേന്ദ്രങ്ങളിലുള്ള ഏതെങ്കിലും നമ്മളായിട്ട് അടുപ്പുള്ള ഈ ഉമ്മത്തിനോട് പ്രതിബദ്ധതയുള്ള ഏതെങ്കിലും ഒരു നിഷ്കളങ്ക പ്രവർത്തകനോ നമ്മുടെ ഒരു മീറ്റിങ്ങിനോ ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ വിളിക്കുമ്പോ ഒഴിവ് കഴിവ് പറഞ്ഞ്